കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ഏതാണ്? തെലുങ്കാന അല്ലെ. തെലുങ്കാനയാണ് കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് മനസ്സിലാക്കി. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതലാണെങ്കിൽ തമിഴ്നാടാണ് കേട്ടോ. ഏറ്റവും കൂടുതലാണെങ്കിൽ തമിഴ്നാടാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ, സെറ്റ് ആണോ? കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 9 ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അറബിക്കടലുമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര. പിന്നെ ഏതാണ്? കമന്റ് ചെയ്തേ. കമന്റ്. ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഗോവയുണ്ട്. പിന്നെ ഏതാണ്? കർണാടകയുണ്ട്. പിന്നെന്താണ്? കേരളമുണ്ട്. പിന്നെ ഏതാണ്? തമിഴ്നാടുണ്ട്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? ഇത് ഏതാണ്? അറബിക്കടലാണ് കേട്ടോ. ഇതേതാണ്? അറബിക്കടലാണെന്നും കൂടി ഓർത്തു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഒന്ന് പെട്ടെന്ന് മക്കൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ. അങ്ങനെയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലുമായിട്ട് ഏതൊക്കെയാണ്? കമന്റ് ചെയ്തേ. ഏതൊക്കെയാണ്? ഏതാണ്? തമിഴ്നാടുണ്ട് അല്ലെ. തമിഴ്നാടുണ്ട്. ആന്ധ്രാപ്രദേശ് ഉണ്ട്. വെസ്റ്റ് ബംഗാൾ ഉണ്ട് അല്ലെ. തമിഴ്നാടുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്. പിന്നെ ഏതാ ഒന്നുള്ളത്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, then ഒഡീഷ. ഓക്കെ, ഓൾ വൺ ഔട്ടിൽ ചോദിക്കും ഏതൊക്കെയാണ് ഒഡീഷ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണെന്ന് മനസ്സിലായി. 2ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. 1ാം സ്ഥാനം തമിഴ്നാടും 2ാം സ്ഥാനം ആന്ധ്രാപ്രദേശുമാണെന്നും കൂടി ഓർത്തിരിക്കുക. സെറ്റ് ആണോ മക്കളെ? കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? നമ്മൾ അപ്പോഴേ പറഞ്ഞു. എത്രയാണ്? 9 ആണെന്ന് പറഞ്ഞു അല്ലെ. ഏതാണ്? 9 ആണെന്ന് കൂടി പറഞ്ഞു. ഓക്കെ ആണോ? then പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? നമ്മൾ അപ്പോഴേ ഡിസ്കസ് ചെയ്തു. ഏതാ മക്കളെ? പാകിസ്ഥാനുമായിട്ട് ഏതാണ്? രാജസ്ഥാൻ ആണ് അല്ലെ. രാജസ്ഥാൻ ആണെന്ന് ഡിസ്കസ് ചെയ്ത കാര്യമല്ലേ. രാജസ്ഥാൻ ഡിസ്കസ് ചെയ്തില്ലേ? ആണോ? അന്താരാഷ്ട്ര പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെ. അന്താരാഷ്ട്ര പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പാകിസ്ഥാനുമായിട്ട് പങ്കിടുന്ന ഏതാണ്? രാജസ്ഥാൻ ആണെന്ന് ഓർത്തു വെക്കുക. then ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ നിലവിലുണ്ടായിരുന്ന ട്രെയിൻ സർവീസ് ഏതാണ്? ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഏതാണ്? മൈത്രി എക്സ്പ്രസ്. ഏതാണ്? മൈത്രി എക്സ്പ്രസ്. അപ്പൊ സംഝോത എക്സ്പ്രസ് ഏതാണ്? ഇന്ത്യയും പാകിസ്ഥാനും. ഏതാണ്? ഇന്ത്യയും പാകിസ്ഥാനുമാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ താറും അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമാണ് കേട്ടോ. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ്? എണ്ണം? കഴിഞ്ഞ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എണ്ണം എത്രയാണ്? എണ്ണം? എത്രയാണ്? 1 ആണ് അല്ലെ. 1 ആണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചോ. എത്രയാണ്? മാറിപ്പോണ്ട. പഠിച്ചോ. എത്രയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം? ഏതാണ്? 8 ഡിഗ്രി അല്ലെ. ഏതാണ്? 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും ഇടയിൽ അല്ലെ. ഉത്തരാക്ഷാംശം അല്ലെ. ആൻസർ ഏതാണ്? ഉത്തരാക്ഷാംശം ഏതാണ്? 8 ഡിഗ്രി അല്ലെ. ഓപ്ഷൻ എ അല്ലേ. അങ്ങനെ 68 ഡിഗ്രി 7-നും 97 ഡിഗ്രി 25-നുമുള്ള ഇടയിൽ ഏതാ? പൂർവ്വരേഖാംശം ഏതാണ്? അതാണ് പൂർവ്വരേഖാംശം. ഏതാണ്? പൂർവ്വരേഖാംശം എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ 30 എന്താണ്? 30 എന്താണ്? ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ വ്യാപിച്ച് കിടക്കുന്നതിനാണ് 30 ഡിഗ്രി വീതം എന്നും കൂടി ഓർത്തു വെക്കുക. 6 ഡിഗ്രി 45 ഡിഗ്രി 6 ഡിഗ്രി 45 ഉത്തര അക്ഷാംശം ഏതാണ്?
ഏതാണ്? ഇന്ത്യയുടെ അക്ഷീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് 6 ഡിഗ്രി 45 എന്നും കൂടി ഏകദേശം വ്യാപ്തികൾ എത്രയാണ്? 6 ഡിഗ്രി 45. രണ്ടിന്റെയും കൂടി 6 ഡിഗ്രി 45 ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഏകദേശം ഇന്ന് ഇന്ത്യയുമായിട്ടുള്ള അടിസ്ഥാനത്തിന്റെ കംപ്ലീറ്റ് നമ്മൾ തന്നു കഴിഞ്ഞു. ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് ഒന്നും ചോദിക്കാൻ ഇല്ല. പക്ഷെ വേറെ 1-2 ചോദ്യം ഞാൻ ചോദിക്കും. നിർബന്ധമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്തേ പറ്റൂ കേട്ടോ. തെറ്റാണോ? ഇനി മറന്നു പോവോ? ഇത് വ്യാപ്തമാണ് കേട്ടോ. അക്ഷാംശയും രേഖാംശയുടെ വ്യാപ്തമാണെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. നിങ്ങൾ ഈ 1 മണിക്കൂറോളം എൻ്റെ അടുത്ത് നിന്നു അല്ലെ? 3/4 മണിക്കൂറോടെ നിന്ന് കഴിഞ്ഞാൽ 3/4 മണിക്കൂറാണ് ആകെ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടോ മക്കളെ? സത്യസന്ധമായിട്ട് പറയാ, യൂസ് ആണോ? ഓക്കെ. തെറ്റാണോ? PDF തരും. കറണ്ട് അഫയർ PDF നമ്മൾ ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ തരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ ഇട്ട് തരാം കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഞാൻ പെട്ടെന്ന് ചോദിക്കും, ദേശീയ പതാക ഏതാണ്? അറിയാം നിങ്ങൾക്ക്. എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഏതാണ് ദേശീയ പതാക? ഏതാണ് ത്രിവർണ പതാക? അല്ലെ? അംഗീകരിച്ചത് എപ്പോഴാണ്? കമന്റ് ചെയ്തേ. 1947 അല്ലേ? ജൂലൈ 22. ഏതാണ്? ജൂലൈ 22. തെറ്റിക്കോ? ഓക്കെ ആണോ? ത്രിവർണ അല്ലെ? ദേശീയ മുദ്ര ഏതാണ്? കമന്റ് ചെയ്തേ. ഏതാണ് ദേശീയ മുദ്ര? സിംഹമുദ്രയാണ് അല്ലെ? ഏത് വർഷമാണ്? 1950 ജനുവരി 26. എപ്പോഴാണ്? 1950 ജനുവരി 26 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദേശീയ ഗാനം ഏതാണ്? ദേശീയ ഗാനം എഴുതണോ? ബോർഡിൽ എഴുതണോ മക്കളെ? ബോർഡിൽ എഴുതണോ? ഇതും കൂടെ പഠിച്ച നമ്മൾ കഴിഞ്ഞു. ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ബോർഡിൽ ഞാൻ എഴുതണോ? മറിയുന്നുണ്ടെങ്കിൽ ഞാൻ മാറി നിന്ന് എഴുതി തരാം. ബോർഡിൽ എഴുതണോ? ദേശീയ ഗാനം ഏതാണ്? ഇതൊക്കെ നമുക്ക് അറിയില്ല മക്കളെ. ഏത് വർഷമാണ്? 1950 അല്ലെ? 1950 ജനുവരി 24 ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? പിന്നെ ഏതാണ്? ദേശീയ ഗീതം ഏതാണ്? ദേശീയ ഗീതം വന്ദേ മാതരമാണ്. അതും 1950 ജനുവരി 24. പിന്നെ ഏതാണ്? ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷം അല്ലെ? ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷമാണ്. ഏത് വർഷമാണ്? ശകവർഷം ഏതാണ്? 1957 മാർച്ച് 22. ഏതാണ്? 1957 മാർച്ച് 22 എന്നും കൂടി ഓർത്തു വെക്കുക. ദേശീയ പുഷ്പം ഏതാണ്? നമുക്കറിയാം, താമരയാണ് അല്ലെ? എന്നെ പോലെ താമര പോലെ ഞാൻ വിടർന്നു നിൽക്കുന്നത് ആരാണ്? ഞാനാണ്. ദേശീയ പുഷ്പം താമരയാണെന്ന് ഓർത്തു വെക്കുക. ദേശീയ മൃഗം ഏതാണ്? ദേശീയ മൃഗം ഏതാണ്? റോയൽ ബംഗാൾ കടുവ. ഏത് വർഷമാണ് അംഗീകരിച്ചത്? 1972 കൂടി ഓർത്തു വെക്കുക. ഓക്കെ. ദേശീയ പക്ഷി ഏതാണ്? ദേശീയ പക്ഷി ഏതാണ്? മയിലാണ് അല്ലെ? ഏത് വർഷമാണ് അംഗീകരിച്ചത്? 1963 കൂടി ഓർത്തിരിക്കുക. ഓക്കെ ആണോ? കമന്റ് വരുന്നുണ്ടല്ലോ. തെറ്റല്ലേ? ഓക്കെ ആണ്. ദേശീയ വൃക്ഷം ഏതാണ് മക്കളെ? പേരാലും പറയും, അരയാലും തരും. നമ്മൾ എന്ത് ചെയ്യും? അരയാലെ കൊണ്ട് നമ്മൾ തെറ്റിക്കും. ആൻസർ ഏതാണ്? പേരാലാണ് കേട്ടോ. ഏതാണ്? പേരാലാണ്. മനസ്സിലായി? ദേശീയ എന്താണ്? ഫലം ഏതാണ്? ദേശീയ ഫലം ഏതാണ്? കമന്റ് വരുന്നുണ്ട്. പെട്ടെന്ന് പ്രിവിഷൻ ചെയ്യുക. ദേശീയ ഫലം ഏതാണ്? മാങ്ങയാണ് അല്ലെ? ദേശീയ പഴം മാങ്ങ. ദേശീയ കായിക വിനോദം ഏതാണ്? ദേശീയ കായിക വിനോദമാണ് ഹോക്കി എന്നറിയപ്പെടുക. ഹോക്കി മാന്ത്രികൻ ആരാണ്? കമന്റ് ചെയ്ത് നോക്കട്ടെ. ദേശീയ ഹോക്കി മാന്ത്രികൻ. ദേശീയ ലിപി ഏതാണ്? ദേവനാഗിരിയാണെന്നും കൂടി ഓർത്തു. ദേശീയ ലിപി ഏതാണ്? ദേശീയ നദി ഏതാണ്? ദേശീയ നദി ഗംഗയാണ്. അംഗീകരിച്ചത് എപ്പോഴാണ്? 2008 നവംബർ 4. എപ്പോഴാണ്? 2008 നവംബർ 4 എന്നും കൂടി ഓർത്തിരിക്കുക. സെറ്റ് ആണോ? ഓക്കെ ആണോ? ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഏതാണ്? ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഏത് വർഷമാണ് അംഗീകരിച്ചത്? 2009 അംഗീകരിച്ചത്. ഒക്ടോബർ 5 ഇമ്പോർട്ടന്റ് ആണ്. 2009 ഒക്ടോബർ 5 എന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ധ്യാൻചന്ദ് ആണെന്ന് എല്ലാവർക്കും അറിയാലേ? നിങ്ങൾക്ക് ചോദിച്ചതാണ്. പിന്നെന്താണ്? ദേശീയ മത്സ്യം ഏതാണ്? ആ മത്സ്യം ഏതാണ്? കരിമീനാണോ?
ഏതാണ്? അയലയാണ് അല്ലെ? ഏതാ? അയല. ഓരോ പേരുകൾ. കരിമീനോ? കരിമീൻ എന്താണ്? കരിമീൻ എന്താ? കമന്റ് ചെയ്തേ. കരിമീൻ എന്താണ്? ഏതാണ്? അയല എന്താണ്? ഇന്ത്യൻ മാക്രൽ അല്ലെ? കരിമീൻ എന്താണ്? കണ്ട, ഐക്കോറ വരുന്നുണ്ട്. കരിമീൻ എന്താ മക്കളെ? നിങ്ങൾ തെറ്റിക്കല്ലേ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് നിങ്ങൾ തെറ്റിക്കുന്നത്. കേരളത്തിന്റെ അല്ലേ കരിമീന്? ഇത്രയും ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ബേസ് കൊണ്ട് തെറ്റിക്കല്ലേ കേട്ടോ പ്ലീസ്. പിന്നെ ഏതാണ്? ദേശീയ പൈതൃക മൃഗം ഏതാണ്? പൈതൃക മൃഗം ആനയാണ് അല്ലെ? ഏത് വർഷമാണ്? 2010 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. 2010 കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ഫ്ലാഗ് കോഡ് എപ്പോഴാ വന്നത്? ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എപ്പോഴാണ്? കമന്റ് ചെയ്തേ. ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന എപ്പോഴാണ്? 2002 അല്ലെ? ഫ്ലാഗ് കോഡ് എപ്പോഴാ വന്ന്? 2002 ജനുവരി 26 ഫ്ലാഗ് കോഡ് വന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് പ്രഖ്യാപിച്ചത്? എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? 2010 അല്ലെ? 2010 കൂടി മനസ്സിലാക്കി വരും. 2010 അല്ലെ? ജൂലൈ 15 ആരാണ്? 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 തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ്. ആരാണ്? തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ് എന്ന് കൂടി മനസ്സിലാക്കി വരും. എപ്പോഴാണ് നോട്ട് നിരോധനം നടന്നത്? എപ്പോഴാണ് നോട്ട്? കമന്റ് ചെയ്തേ. കമന്റ് ചെയ്തേ. നോട്ട് നിരോധനം എപ്പോഴാണ്? ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ്? കമന്റ് വന്നിട്ടില്ല. 2016 കേട്ടോ. എപ്പോഴാണ്? 2016 കൂടി നവംബർ 8. 2016 നവംബർ 8 കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഇന്ത്യയിൽ ആദ്യമായി കൃത്രിമ സെൻസസ് നടന്ന വർഷം എപ്പോഴാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കൃത്രിമ സെൻസസ് നടന്ന വർഷം എപ്പോഴാണ്? കമന്റ് ചെയ്യേ. കമന്റ് ചെയ്തേ. ഏത് വർഷമാണ് കൃത്രിമ സെൻസസ്? 1881. എപ്പോഴാണ്? 1881 ഇന്ത്യയിൽ ആദ്യമായി കൃത്രിമ സെൻസസ് നടന്നത് എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടി തുടങ്ങിയ വർഷം എപ്പോഴാണ്? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. 1853. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എപ്പോഴാണ്? 1861. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഞാൻ പറഞ്ഞൊന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ ആണോ? ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഏത് വർഷമാണ്? 1975. ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? വിദ്യാഭ്യാസ ഉപഗ്രഹം അത് എജുസാറ്റ് ആണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? പിന്നെ ഏതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട്? ഇത്രയും കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. സുവർണ നഗരം ഏതാണ്? സുവർണ അമൃത്സർ ആണെന്ന് കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? നമുക്കറിയാം, നമ്മുടെ ഗാന്ധിജി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആരാണ്? കമന്റ് ചെയ്തേ. കമന്റ് നോക്കുന്നുണ്ട്. ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യയുടെ ദേശീയതയുടെ പിതാവ് എന്ന് മക്കൾ ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? എം വിശ്വേശ്വരയ്യ. ആരാണ്? എം വിശ്വേശ്വരയ്യ എന്നും കൂടി ഓർത്തു വെക്കുക. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്. ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റായ് അല്ലെ? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഞാൻ കമന്റ്സ് നോക്കുന്നുണ്ട്. രാജാറാം മോഹൻ റായ് ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ. ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ധവള വിപ്ലവമാണെങ്കിൽ ആരാണ്? കമന്റ് ചെയ്തേ. ആരാണ്? വർഗീസ് കുര്യൻ അല്ലെ? ധവള വിപ്ലവത്തിന്റെ പിതാവാണ് വർഗീസ് കുര്യൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഹരിത വിപ്ലവമാണെങ്കിൽ നോർമൻ ബോർലാഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവമാണെങ്കിൽ ആരാണ്?
MS സ്വാമിനാഥൻ അല്ലെ. MS സ്വാമി. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചാരാണ്? വില്യം ഗൗഡ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ MP സിംഗ് ആണെന്ന് കൂടി മക്കൾ ഓർത്ത് വെക്കുക. സെറ്റ് ആണോ? നമ്മൾ സെറ്റ് അല്ലേ? പഠിച്ച കാര്യം നമുക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോ? ശ്യാം പ്രസാദ് മുഖർജി എന്താണ്? നമ്മൾ പേര് നല്ല പഠിച്ചു. ഏതാണ്? ഏതിന്റെ പേരാണ് പുതിയ പേര്? രണ്ട് ശ്യാം പ്രസാദ് പഠിച്ചു അല്ലെ ഇന്നലെ ഗതാഗതം. ഏതൊക്കെയാ പറഞ്ഞേ? നോക്കട്ടെ ഞാൻ അറിയുന്നുണ്ടോന്ന്. ഏത് വിമാനത്താവളമാണ്? അതുപോലെ വേറെ ശ്യാം പ്രസാദ് മുഖർജി രണ്ടൊന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. ഇന്നലെ പഠിച്ചത് ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഞാൻ പറഞ്ഞു തരില്ല, കമന്റ് ചെയ്തോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവാണ് മഹ്ലാനോബിസ് എന്നും കൂടി ഓർത്തു വെക്കുക. ആരാണ് ബഡ്ജറ്റിന്റെ പിതാവ്? കൺഫ്യൂഷൻ ആക്കുക. ഞാൻ വൃത്തിയായിട്ട് ഞാൻ ഓരോ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന കാര്യമാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? സ്പീഡ് കുറയ്ക്കാൻ, തീർച്ചയായിട്ടും സ്പീഡ് കുറയ്ക്കാം. ഇതൊക്കെ ബേസ് ആണ്. സ്പീഡ് കുറച്ച് പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല, പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവാണ് PC മഹ്ലാനോബിസ് എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ആരാണ് മക്കളെ? ആരാണ്? ആരാ കമന്റ് ചെയ്തേ? ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് ദാദാബായ് നവറോജി ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവും കൂടിയാണ് ദാദാബായ് നവറോജി എന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? കമന്റ് ചെയ്തേ. ആരാണ്? ആസൂത്രണ ശില്പിയും അല്ലെ ഫയർ ഒക്കെ ആരാണ്? മഹ്ലാനോബിസ് ആണെന്ന് ഓർത്ത് വെക്കുക. ആരാണ് ആസൂത്രണത്തിന്റെ പിതാവ്? വിക്രം സാരാഭായ് അല്ലെ. വിക്രം അല്ലേ. പിന്നെ ഏതാണ്? ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ആരാണ്? അരാജകത്വം ആരാണ്? ബാലഗംഗാധര തിലകാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് നമ്മൾ ഡിസ്കസ് ചെയ്താരാണ്? ഡൽഹൌസി ആണെന്ന് പറഞ്ഞു അല്ലെ. ഡൽഹൌസി ആണെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ. ഇന്ത്യൻ മിസൈലിന്റെ പിതാവ്, ടെക്നോളജിയുടെ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് ആരാണ്? മിസൈൽ ആരാണ്? മിസൈൽ മാൻ ആരാണ്? APJ അബ്ദുൽ കലാം ആണെന്ന് ഓർത്ത് വെക്കുക. മിസൈൽ വുമൻ ആരാണ്? മിസൈൽ വുമൻ ടെസ്സി അല്ലെ. ടെസ്സി തോമസ് ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവാണ് കൽഹണൻ അല്ലേ. സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ. പിന്നെ ഏതാണ്? ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാബായ് നവറോജി ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആയുർവേദത്തിന്റെ പിതാവ് ആരാണ്? ആയുർവേദത്തിന്റെ പിതാവ് കമന്റ് ചെയ്തേ. ആയുർവേദം ആരാണ്? ആയുർവേദത്തിന്റെ പിതാവ് ചരകനാണ് കേട്ടോ. ആരാണ്? ചരകനാണ് എന്നും കൂടി ഓർത്ത് വെക്കുക. ആയുർവേദം ആരാണ്? ചരകനാണെന്നും കൂടി ഓർത്ത്. ഇന്ത്യൻ സർജറിയുടെ പിതാവ് ആരാണ്? സർജറി സുശ്രുതനാണ് അല്ലെ. സർജറി ആരാണ്? സുശ്രുതനാണ് അല്ലെ. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? കവർ പേജ് കമന്റ് ചെയ്തേ. ഇന്ത്യൻ സിനിമ ദാദാബായ് അല്ലേ. ഇന്ത്യൻ കല ഏതാണ്? നന്ദലാൽ ബോസ് ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. പിന്നെ വ്യവസായം ഏതാണ്? വ്യവസായത്തിന്റെ പിതാവ് ഏതാണ്? ഏതാണ്? ജംഷഡ്ജി ദാറ്റി ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണോ? ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് ആരാണ്? ഓർണിത്തോളജി ഏതാണ്? ഓർണിത്തോളജിയുടെ പിതാവ് ഏതാണ്? സോറി, സിനിമയുടെ പിതാവ് ദാദാബായ് നവറോജി എന്നാ പറഞ്ഞു. ദാദാബായ് ഫാൽക്കെ. ഓക്കെ, ക്ഷമിക്കുക, ഞാൻ പെട്ടെന്ന് പറഞ്ഞാണ്. ഏതാണ്? ദാദാബായ് നവറോജി എന്ന് ഞാൻ പറഞ്ഞോ? ദാദാ സാഹിബ് ഫാൽക്കെ ആണ് കേട്ടോ. ഏതാണ്? ഇന്ത്യൻ സിനിമയാണെങ്കിൽ ദാദാ സാഹിബ് ഫാൽക്കെ ആണ്. ടങ് സ്ലിപ്പ് വന്നാണ്, ക്ഷമിക്കുക കേട്ടോ. സോറി. ഓർണിത്തോളജി ഏതാണ്? AO ഹ്യൂം ആണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ?
ഇന്ത്യയുടെ ഐൻസ്റ്റീൻ ആരാണ്? ഇന്ത്യയുടെ ഐൻസ്റ്റീൻ. ഓക്കെ ദാദാബായി എന്ന് പറഞ്ഞ ശേഷം ക്ഷമിക്കുക, സോറി ട്ടോ. ഏതാണ് ഇന്ത്യയുടെ ഐൻസ്റ്റീൻ ആരാണ്? നാഗാർജുന അല്ലെ. ഇന്ത്യൻ ന്യൂട്ടൺ ആരാണ്? ആര്യഭടനാണെന്നും കൂടി ഓർത്തു വെക്കുക. സെറ്റ് ആണോ? ഇന്ത്യൻ യൂക്ലിഡ് ആണ് യൂക്ലിഡ് ഭാസ്കരാചാര്യ. ഓക്കെ ആണോ? നമ്മൾ അപ്പൊ എന്ത് ചെയ്ത് ഇത്രയും ഫാക്ട്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെറ്റ് ആണോ? മതിയോ നിങ്ങൾക്ക്? ഇന്ന് മതിയായില്ലേ? മതിയാണോ? ഓക്കെ, അപ്പൊ ഇന്ന് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളെ കൂടുതൽ ടെൻഷൻ ആക്കുന്നില്ല. ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ പോയാലോ? ഇനി അടുത്ത ദിവസം കേരളത്തിന്റെ ബേസുമായിട്ട് വരട്ടെ. ഈ ഒരു സമയത്ത് കമന്റ് ഇട്ടേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? കേരളത്തിന്റെ ബേസുമായിട്ട് തരട്ടെ. ഇന്ത്യൻ ചരിത്രമാണെങ്കിലാണ് കലിഘടൻ. ചരിത്രത്തിന്റെ പിതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെറോഡോട്ടസ് കേട്ടോ. ഞാൻ SCERT പ്രകാരമാണ് നിങ്ങൾക്ക് ആൻസർ എല്ലാം തരുന്നത്. മക്കളെ ഓക്കെ ആണോ? നമ്മൾ കേരളത്തിന്റെ ബേസുമായി വന്നാലോ? ഇതേപോലെ കുറച്ച് ചെയ്യാം, നിന്ന് അങ്ങോട്ട് ചടപെടാന്ന് ഞാൻ ചോദിക്കും. ചിലപ്പോ എന്റെ വായന തെറ്റുകളൊക്കെ വരും. ഞാൻ അത്രയും സേവ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാ? ഞാൻ ചിലപ്പോ ഇങ്ങനെ നോക്കും. നിങ്ങൾ കമന്റ് ഇടുന്നത് മാത്രം നോക്കുന്നുള്ളൂ. തെറ്റുകൾ വന്ന് എന്ത് ചെയ്യാ? ക്ഷമിക്കുക കേട്ടോ. വളരെ യൂസ്ഫുൾ ആയ ക്ലാസ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ക്ലാസ്സിൽ കയറിയേ പറ്റൂ, ക്ലാസ് എഴുതിയെടുത്തേ പറ്റൂ. ഓക്കെ, ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവാണ് ജംഷഡ്ജി ടാറ്റ അല്ലെ? ജംഷഡ്ജി ടാറ്റ ആണ് കേട്ടോ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ? ഒന്ന് ഇമോജിയും ഒന്ന് ലൈക്ക് ഒക്കെ ഇട്ടേ. കമന്റിൽ ലൈക്ക്. ഞാൻ തരുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ തരുന്നത് നിങ്ങൾക്ക് യൂസ് ആവുന്നുണ്ടോ? എനിക്ക് അത് മാത്രം മതി. എനിക്ക് ഒരിക്കലും ഈ 10 ക്വസ്റ്റ്യനിൽ നിർത്താൻ ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. എക്സാം ഇന്ത്യയുടെ ബേസ് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും, അത് ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമന്റും ലൈക്കും ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ കുറെ പേര് പറഞ്ഞു എയിം സ്റ്റഡി സെന്ററിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് നല്ല ക്ലാസ്സുകൾ അവർ തരുന്നുണ്ട് യൂട്യൂബിൽ. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ക്ലാസ്സുകൾ, അത്രയും പക്കാവായിട്ടാണ് ക്ലാസ്സുകൾ തരുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് കണ്ടന്റ്സ് ഉൾപ്പെടുത്തിയാണ് തരുന്നത്. കുറേ കമന്റ്സ് ഉണ്ട്. എനിക്ക് ഒരു ദിവസം 10ഉം 25ഉം 30ഉം കമന്റ്സ് ആണ് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുക്കുക. നമ്മൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടനടി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി നമ്മുടെ എയിംസിന്റെ കാര്യമൊക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? ഫ്രണ്ട്സിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ. സെറ്റ് ആണോ മക്കളെ? ഓക്കെ ആണോ? അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.